അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ഹഖ്ഖുൻ അവകാശം. 1,00,000 റുപ്യ ഉണ്ടെങ്കിൽ 1,00,000 വേണ്ട, 595 ഗ്രാം വെള്ളിയുടെ പണത്തിന് അനുസരിച്ച പണം ഒരാളുടെ നിക്ഷേപമായോ കച്ചവടമായോ ഉണ്ടെങ്കിൽ കൊല്ലം തന്നെ സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം വെള്ളി. എത്ര റുപ്യ വെള്ളിക്ക് വില? എത്ര വരും? എത്ര വെള്ളിക്ക് വില? വെള്ളിയുടെ വില എത്ര അറിയാം? ഒന്ന് പറയും. സക്കാത്തിന് കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഒക്കെ ജ്വല്ലറി കണക്കുന്ന ആളുമായിരിക്കും. ഒന്ന് പറയും, സക്കാത്തിന് എത്ര, വെള്ളിക്ക് എത്ര വരാ, കിലോ വരാ? അറിയില്ലേ? എത്ര 22 20 അത്രയൊക്കെ തന്നെ ഉള്ളു. 20 22 അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരി, അപ്പോൾ നോക്കണേ, ഒരു 20,000 രൂപക്കുള്ള ഒരു നിക്ഷേപം, ഒരു 20,000 റുപ്യേൻ്റെ നിക്ഷേപം ഒരു കൊല്ലം കഴിഞ്ഞു. അല്ലെങ്കിൽ 20,000 റുപ്യേൻ്റെ കച്ചവടം ഉണ്ടായാൽ മതി. 20,000 ഒരു പെട്ടിക്കച്ചവടം, ഒരു സിഗരറ്റും പോലെയും വെക്കുന്ന കച്ചവടത്തിന് വരെ ലക്ഷങ്ങൾ മുടക്കണം. ഒരു 50,000 മുടക്കണ്ടി. 595 ഗ്രാം വെള്ളിയുടേക്ക് സമമായ ഒരു കച്ചവടം ഒരാൾ നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ബാധ്യത ഉണ്ട്? കച്ചവടം സക്കാത്തിന് വേണ്ടിയിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം. ഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ഭയങ്കര ബാധ്യതയാ, അവകാശമാണ്. ഏകദേശം ഒരു 10-14,000 ഉറുപ്പിക, ഒരു 14,000 ഉറുപ്പികയുടെ കച്ചവടം ദിവസം ഉണ്ടാവില്ലല്ല. അവൻ്റെ കച്ചവട ചരക്ക് ഇന്ന് കോടികൾ കൊണ്ടാണ് നമ്മളെ കച്ചവട സ്ഥാപനങ്ങൾ. കോടികൾ കച്ചവടമായി ചെയ്യുന്നവരുണ്ട് ഇഷ്ടം പോലെ. ഭൂമി കച്ചവടങ്ങൾ, കമ്പനികൾ, വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ, സൗകര്യങ്ങൾ, എത്ര കോടികളാണ്. വലിയ വലിയ കമ്പനികൾ, വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ, എത്ര കോടിയാ. അതിൻ്റെയൊക്കെ 2.5% കൊല്ലത്തിൽ കൊടുക്കണം. അതാണ് നിയമമാണ്. അല്ലെങ്കിൽ നീ കച്ചവടം ചെയ്യണ്ട. കച്ചവടത്തിന് പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട്. ഒരാൾ കച്ചവടം നോക്കുമ്പോൾ ഏറ്റവും ചിരി, ഒരാൾ കച്ചവടം തുടങ്ങുന്നത് കണ്ടാൽ ഏറ്റവും ചിരി ആയിരിക്കാവുന്നറിയോ? പാവപ്പെട്ടവരാണ്. കാരണം ഇയാൾക്ക് ചിരിക്കായിട്ടില്ല. എന്തുകൊണ്ട്? ഇയാൾക്ക് ചിരിക്കായിട്ടില്ല. കച്ചവടത്തിൽ ലാഭമാവുമെന്ന് ഇയാൾക്ക് ഉറപ്പില്ല. ഇയാളെ കുട്ടികൾക്ക് ഉറപ്പില്ല. പക്ഷെ നാട്ടുകാർക്ക് ഉറപ്പാണ്. എന്ത്? സക്കാത്ത് കിട്ടും. കാരണം കച്ചവടം നട്ടാണെങ്കിലും, എന്താ പറഞ്ഞത്? കച്ചവടം നഷ്ടാണെങ്കിലും സക്കാത്ത് കൊടുക്കണം. നഷ്ടാണെങ്കിൽ കൊല്ലം കഴിഞ്ഞ മുമ്പ് നിർത്തണം. കൊല്ലം കഴിഞ്ഞു, സക്കാത്തായി പാവപ്പെട്ടവൻ വന്നപ്പോൾ പറഞ്ഞു കച്ചവടം നടന്നിട്ടില്ല. ഈ കച്ചവടത്തിന് പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റുപ്യേൻ്റെ പരസ്യം കൊടുക്കും. അതിനൊരു പ്രശ്നമല്ല, സക്കാത്ത് കൊടുക്കില്ല. ഇന്ന് നമ്മുടെ ചില കമ്പനികളുടെയും ഉന്നത വ്യാപാര സ്ഥാപനങ്ങളുടെയും ഫ്ലെക്സ് ബോർഡുകൾ പോലത്തെ വലിയ വലിയ ബോർഡുകൾ വെച്ച ഇതിന് കൊടുത്ത വാടക എത്ര ഉണ്ടാവും? വലിയ വലിയ വ്യാപാരശാലകൾ, മുസ്ലിം നടത്തുന്ന വ്യാപാരശാലകൾ എത്ര റുപ്യേൻ്റെ പോകും? നിങ്ങൾ ചിന്തിക്കുക. TV-യിൽ 1 മിനിറ്റ് പരസ്യത്തിന് എത്ര റുപ്യ വേണം? എത്ര ഉറുപ്പികയാണ് ആ ഇനത്തിലൊക്കെ പോവരുത് എന്നല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായി കാണുന്നുണ്ടല്ലോ ചില പരസ്യ സ്ഥാപനങ്ങൾ. എത്ര കോടി ഉറുപ്പിക പരസ്യത്തിന് വേണ്ടി പോകും? സക്കാത്തോ? അത് കൊടുക്കില്ല. ഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അവകാശമാണ്, കൊടുത്തിരിക്കണം. കച്ചവടം നട്ടാണെങ്കിൽ കൊടുക്കണം. നട്ടം ലാഭം എന്ന കണക്കൊന്നും ഫക്കീറിനില്ല, മിസ്കിനില്ല. കൊടുത്തിരിക്കണം. അത് നിർബന്ധമാണ്. അതിൽ ഞാൻ പ്രധാനം ഒന്നും പറയാനില്ല. മുഅ്മിനീങ്ങളെ, ഇത് വളരെ വലിയ പ്രശ്നമാണ്. സക്കാത്തിന്റെ മുതല് ആരെങ്കിലും പിടിച്ചു വെക്കുന്ന കാലഘട്ടം വന്നാൽ അന്ന് ഭൂമിയിൽ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് പുണ്യനബി പുണ്യനബി പറഞ്ഞു. വ്യഭിചാരം ഒരു ജനതയിൽ വ്യഭിചാരം അധികരിച്ചാൽ വിവിധങ്ങളായ രോഗങ്ങൾ വർദ്ധിക്കും. നമ്മളെ കാക്കട്ടെ. ബുഖാരിയുടെ ഹദീസാണ്. ഒരു ജനതയിൽ വ്യഭിചാരവും അതിരുവിട്ട അനാശാസ്യ ലൈംഗിക പ്രവർത്തനങ്ങളും വർദ്ധിച്ചാൽ ലഹറത്ത് ഫീഹിമുൽ ഔജാഉ അല്ലത്തി ലം തകുൻ ഫീ അസ്ലാഫിഹിം, മുൻഗാമികൾക്കില്ലാത്ത പുതിയ രോഗങ്ങൾ വരും. വ്യഭിചാരം കൂടിയാൽ പുതിയ രോഗങ്ങൾ വരിക ഉറപ്പല്ലേ? എന്തൊക്കെ രോഗങ്ങൾ? അങ്ങോട്ടാ ഒരാൾ അടുത്ത് നിൽക്കാൻ പേടിയാ, ഒക്കെ പേടിയാ, ശ്വസിക്കാൻ പേടിയാ. ഒരു 10-15 കൊല്ലം മുമ്പ് എനിക്കറിയാം, നമ്മുടെ പള്ളികൾക്കൊക്കെ ഏകദേശം കുളങ്ങൾ ഉണ്ടായിരുന്നു. കുളത്തിൻ്റെ ഒക്കെ കരയിൽ ഈ ചകിരിയുടെ മിസ്വാക്ക് വെക്കും. വരുന്നവർ മുഴുവനും എന്ത് ചെയ്യും? ആ മിസ്വാക്ക് കൊണ്ട്
വെള്ളത്തിലിട്ട് ഇങ്ങനെ ഉരസും, എന്നിട്ട് പല്ല് വെക്കും, എന്നിട്ട് ഒന്ന് കഴുകിയിട്ട് അവിടെ തന്നെ വെക്കും. അടുത്ത ആൾ വന്നാൽ അയാളും വെക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ ഈ അടുത്തവരെ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാനിവിടെ 1989 ഫറോക്കിൽ വടക്കുംപാട് ജോലി ചെയ്തിരുന്നു. അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു 20 കൊല്ലം മുമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മനുഷ്യന് പേടിയാണ്. കാരണം ഒരുത്തന്നെ മിസ്വാക്ക് വേറൊരുത്തൻ ഉപയോഗിച്ചാൽ പല്ല് കൊഴിഞ്ഞാടും. നിങ്ങൾ പറയണ്ട, ഒന്ന് പറ. ഒരുത്തൻ്റെ ചകിരി മറ്റൊരുത്തന് ഉപയോഗിച്ചാൽ സ്കിന്നിൻ്റെ രോഗം വരും. എന്നാൽ 10,000 ആദം നബിയുടെ കാലം മുതൽ ഇക്കാലം വരെ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു സ്കിന്നിൻ്റെ രോഗമില്ല. എന്തുകൊണ്ട്? നിൻ്റെ അടുത്ത് തിന്മ വർദ്ധിച്ചു, അതുകൊണ്ട് ആ സ്കിന്നിൻ്റെ രോഗം പല്ലൊഴിഞ്ഞാടിലുണ്ടായത്. അത് നീ വെറുതെ ചകിരിയെ കുറ്റം പറയണ്ട, അതാ കൊടുക്കണം. കാരണം മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതാ ലഹറത് ഫീ ഖൗമിൻ ഫാഹിഷ ലഹറ ഫീഹിമുൽ ഔജാഉ ലം തകുൻ ഫീ അസ്ലാഫിഹിം. ഒരു ജനതയിൽ വ്യഭിചാരം വ്യാപിക്കുമ്പോഴാണ് ആ ജനതയിൽ പുതിയ രോഗങ്ങൾ ഉണ്ടാവുക. ഒരു ജനതയിൽ ഇദാ മുനിഅത്തി സക്കാ, ഒരു ജനതയിൽ വല്ലം തുംതറ അലൈഹിം ഔ കമാ ഖാൽ മുസ്തഫ നബി പറഞ്ഞു, ഒരു ജനതയിൽ സക്കാത്ത് പിടിച്ചു വച്ചാൽ ജനതയിൽ കൃത്യമായി മഴ ലഭിക്കുകയില്ല. മഴ ലഭിച്ചിട്ട് കാര്യമില്ല, കൃത്യമായി ലഭിക്കണം. ഈ ആഴ്ച ലഭിക്കേണ്ടത് ഈ ആഴ്ച ലഭിക്കണം, അടുത്ത ആഴ്ച വേറെ മഴയാണ്, വേറെയാണ്. ഓരോന്നിനും രീതിയാണ്. ഭൂമിക്ക് ഇറങ്ങുന്ന വെള്ളത്തിന് തന്നെ വെള്ളത്തിൻ്റെതായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ഓരോ സീസണിലെ വെള്ളത്തിന് ഓരോ സൈസാണ് വെള്ളം. എല്ലാം ഒരു വെള്ളമല്ല. ആ സമയത്തെ വെള്ളം അങ്ങോട്ട് കിട്ടിയാലേ ഇതുണ്ടാവുള്ളൂ. സമയത്ത് കിട്ടണം. ഇപ്പോൾ നെല്ല് നട്ടാൽ അപ്പോൾ വെള്ളം കിട്ടണം. കുറച്ചും കൂടെ ആയി അതിനിങ്ങനെ ഒരു സ്ഥലം പൂപ്പ് വന്ന് ഇങ്ങനെ പൂ വരുന്നൊരു സമയമുണ്ട്. അപ്പോൾ വെള്ളം അങ്ങോട്ട് വന്നാൽ നേരെ കുരലിലേക്ക് ഇറങ്ങും, പതിരാവും. അപ്പോൾ പാടില്ല. പിന്നെ വിളയാൻ പാടില്ല. ഓരോന്നിനൊരു സമയമുണ്ട്. പാടില്ല, സമയമുണ്ട്. ഒരു കാപ്പിക്ക് പൂ വരുന്ന ഒരാഴ്ചയിൽ എവിടെയെങ്കിലും മഴയുടെ ചെറിയ ചാറൽ വന്നാൽ ആ പൂ പോവും, ആ കൊല്ലം കാപ്പി ഉണ്ടാവില്ല. ഓരോന്നിനും സീസണുണ്ട്. മഴ പെയ്യും, മഴയില്ല, മഴയുണ്ട്, മഴയില്ല, മഴയുണ്ട്, ബറക്കത്തില്ല. പിന്നെ സമയത്തില്ല, കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താ കാര്യം? ഒരു ജനത സക്കാത്ത് കൊടുക്കാതെയായാൽ ബറക്കത്ത് എടുത്തു പോവും. പിന്നെന്തുണ്ടാവും? ശിദ്ദത്തുൽ മുഅന, ജീവിത ചെലവ് വർദ്ധിക്കും. തസല്ലത്തുൽ ളാലിമി, അക്രമി ഭരണാധികാരിയാവും. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ സവാദുൽ വജ്ഹി, മുഖം കറുത്തവർ വർദ്ധിക്കും. ഒരു സുഖമില്ല. കണ്ടാലൊരു ചില ആളുകളെ കണ്ടാൽ ഈമാൻ ഉണ്ടാവുമല്ലോ. അല്ലാഹു അവസ്ഥ നമുക്ക് തരട്ടെ. മുത്തേ പൊങ്ങി ഈമാൻ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ കുറയും. നീതി എടുത്തു പോകും. പിന്നെയോ പിൻതലമുറ മുൻതലമുറയുടെ മേൽ അധികാരിയാവും. വാപ്പാക്കൊരു വിലയില്ല വീട്ടിൽ, വില മുഴുവൻ പുതിയ മക്കൾക്കാണ്. എന്തുകൊണ്ട് സക്കാത്ത് കൊടുക്കണില്ല? പിൻതലമുറ മുൻതലമുറയുടെ മേൽ അധികാരിയാവും. അവയുടെ ആളുകൾ സമൂഹത്തിൽ വർദ്ധിക്കും. സക്കാത്ത് കൊടുക്കാതെയായാൽ അവയുടെ ആളുകൾ സമൂഹത്തിൽ വർദ്ധിക്കും. നമ്മളെ പെൺകുട്ടികൾ എല്ലാ തേനും പാലും കൊടുത്തിട്ടും അവസാനം പ്രായപൂർത്തി കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഓടി. എത്ര സംഭവം, എത്ര. എൻ്റെ കാരണം നമ്മൾ ചെയ്യൂല, കാരണം അന്വേഷിക്കൂല. നമ്മൾ പറയും ആ കോളേജിൽ പറഞ്ഞാൽ ആ കോളേജിൽ സ്വാലിഹത്തായി പഠിച്ചിട്ട് ജീവിക്കുന്ന പെൺകുട്ടി വേറെ ഉണ്ടോ? മനസ്സിലായില്ല. കോളേജിൽ പറഞ്ഞ പെൺകുട്ടികളൊക്കെ നാശായോ? നിങ്ങൾ ഇവിടെ ഉണ്ടാ ഇല്ലേ? നല്ല സാലിഹത്തായി നല്ല ദീനനുസരിച്ച് പഠിച്ച് നന്നായ കുട്ടികൾ ആ കോളേജിൽ ഉണ്ടാവില്ലേ? ഇഷ്ടം പോലെ ഉണ്ടാവും. ഇല്ലേ? ഇഷ്ടം പോലെ ഇല്ലേ? കോളേജ് പഠിച്ചിട്ടല്ല, അതൊന്നല്ല പ്രശ്നം നിന്റെ വീട്ടിലെ പ്രശ്നമാണ്. എന്താ കാരണം? പോകേണ്ട അഴുക്ക് ചോര പോയിട്ടില്ല. പോകേണ്ട അഴുക്ക് അങ്ങോട്ട് പോകണം, അത് പോയിട്ടില്ല. അതിവിടെ കെട്ടിക്കിടക്കാണ്. അപ്പോൾ ക്യാൻസറായി, അപ്പോൾ പിന്നെ ബ്ലഡ് ക്യാൻസറായി, അല്ലെങ്കിൽ ആമാശയത്തിൽ ക്യാൻസറായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രോഗമായി, അല്ലെങ്കിൽ കുഷ്ഠായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയി. രോഗങ്ങൾ ഇങ്ങനെ പിടിയിൽ വരും, പല കോലത്തിൽ വരും. സമൂഹത്തിൽ നാശമുണ്ടാകും. അവയുടെ മക്കൾ വർദ്ധിക്കും. ബാപ്പാക്ക് അധികാരമില്ലാതെയാകും, വാക്കിന് വിലയില്ലാതെയാകും, മുഖത്തിന് കറുപ്പ് കൂടും. ഫുജാത്തുൽ മൗത്തി, പെട്ടെന്ന് മരണം വർദ്ധിക്കും, പെട്ടെന്ന് മരണം വരും. പടച്ചോൻ നമ്മളെ കാക്കട്ടെ.